നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പാകിസ്ഥാനെയും ചൈനയെയും കുറിച്ചാണ്. പക്ഷേ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത, എന്നാൽ നമ്മുടെ അതിർത്തിയിൽ വലിയൊരു ഭീഷണിയായി വളർന്നു വരുന്ന മറ്റൊരു ശത്രുവുണ്ട്. അങ്ങ് ദൂരെ മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്ത് യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ഇടയിലുള്ള പാലമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന തുർക്കി പ്രസിഡന്റ് എർദോഗനെ ഒരു സ്വപ്നമുണ്ട്. ആധുനിക ലോകത്തെ ഖലീഫ ആകണം. അതിനെ അദ്ദേഹം കൂട്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ അയൽക്കാരായ പാകിസ്ഥാനെയാണ്. അയൽക്കാരെന്ന് പറയാൻ സാധിക്കുമോ എന്നറിയില്ല, നമ്മുടെ ശത്രുക്കളായ പാകിസ്ഥാനെ തന്നെയാണ്. കാശ്മീർ വിഷയത്തിൽ UN-ൽ ഇന്ത്യക്കെതിരെ തൊണ്ട കീറുന്നത് മുതൽ പാകിസ്ഥാൻ പട്ടാളത്തിന് അത്യാധുനിക ഡ്രോണുകൾ നൽകുന്നതുവരെ നീളുന്ന ഒരു വലിയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. ഇന്ത്യയെ വളയാൻ പാകിസ്ഥാനും തുർക്കിയും അസർബൈജാനും ചേർന്ന് ഒരു ഇസ്ലാമിക് ട്രൈലാറ്ററൽ അലയൻസ് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. രണ്ട് മുന്നണികൾ തുറന്ന് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക എന്നതായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ അവർക്ക് തെറ്റി. ഇന്ത്യ പഴയ ഇന്ത്യയല്ല എന്ന് അവർ മറന്നുപോയി. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന ചാണക്യതന്ത്രം ഇന്ത്യ പുറത്തെടുത്തിരിക്കുകയാണ്. പാകിസ്ഥാന്റെ അതിർത്തിയിൽ പടയൊരുക്കുന്നതിന് പകരം ഇന്ത്യ നേരെ തുർക്കിയുടെ തൊട്ടയൽപ്പക്കത്തേക്ക് ഒരു വിമാനം അയച്ചു. മെഡിറ്ററേനിയൻ കടലിലെ ഒരു കൊച്ചു രാജ്യത്തേക്ക്, ഗ്രീസ്. 2026 ഫെബ്രുവരിയിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ആ കൈക്കൊടുക്കൽ നടന്നു. ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള മിലിറ്ററി കോഓപ്പറേഷൻ പ്ലാൻ 2026. ഇത് വെറും ഒരു പേപ്പർ കരാറല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് തുർക്കിയുടെയും പാകിസ്ഥാന്റെയും നെഞ്ചത്ത് ഇന്ത്യ വെച്ച ഒരു വലിയ ചെക്ക്മേറ്റ് ആണ് എന്ന് പറയേണ്ടി വരും. എന്താണ് ഈ കരാറിന്റെ ഉള്ളുകളികൾ? എങ്ങനെയാണ് ഗ്രീസ് എന്ന രാജ്യം ഇന്ത്യയുടെ വജ്രായുധമാകുന്നത്? ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾ പറയും, ഇതാണ് പുതിയ ഇന്ത്യയുടെ ചാണക്യതന്ത്രം. കഥ തുടങ്ങുന്നത് അങ്ങ് അങ്കാറയിലാണ്. തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗൻ, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അത് ശരിക്കും പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ എർദോഗനെ അവരുടെ വലിയൊരു സഹോദരനായാണ് കാണുന്നത്. എർദോഗൻ എന്ത് പറഞ്ഞാലും പാകിസ്ഥാൻ അനുസരിക്കും. പകരമായി എർദോഗൻ പാകിസ്ഥാന് നൽകിയത് എന്താണെന്ന് അറിയാമോ? അത്യാധുനിക ബൈറക്തർ TB2 ഡ്രോണുകൾ. അർമേനിയ അസർബൈജാൻ യുദ്ധത്തിൽ അസർബൈജാനെ ജയിപ്പിച്ചത് ഈ ഡ്രോണുകളായിരുന്നു. അതേ ഡ്രോണുകൾ ഇപ്പോൾ പാകിസ്ഥാന്റെ കയ്യിലുണ്ട്. അത് ഇന്ത്യയുടെ അതിർത്തിയിൽ പറക്കുന്നുണ്ട്. മാത്രമല്ല, പാകിസ്ഥാൻ നാവികസേനയ്ക്ക് വേണ്ട കപ്പലുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് തുർക്കിയാണ്. അന്താരാഷ്ട്ര വേദികൾ കാശ്മീർ വിഷയം വരുമ്പോൾ പാകിസ്ഥാനേക്കാൾ ആവേശത്തിൽ സംസാരിക്കുന്നത് തുർക്കിയാണ്. ചുരുക്കത്തിൽ, ഇന്ത്യക്കെതിരെ ഒരു പുതിയ യുദ്ധമുഖം തുറക്കാൻ തുർക്കി നന്ദിയില്ലാതെ ശ്രമിക്കുന്നു എന്ന് പറയേണ്ടി വരും. നമ്മൾ ഒരുപാട് സഹായിച്ചവരാണ് തുർക്കി. എന്നിട്ട് നമ്മളെ ദ്രോഹിക്കാൻ അവർ എന്തിനാണ് ഇങ്ങനെ കച്ചകെട്ട് ഇറങ്ങിയിരിക്കുന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ. ഇത് കണ്ട് ശരിക്കും നമ്മുടെ രാജ്യം ഭയന്നു. നമ്മുടെ രാജ്യം ഒരിക്കലും ഭയക്കില്ല. കാരണം ഇത് പഴയ ഇന്ത്യയല്ല എന്ന് ഞാൻ വീണ്ടും ഊന്നി പറയുകയാണ്. സത്യത്തിൽ തുർക്കിയെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ആരാണെന്ന് അറിയാമോ? തുർക്കിയുമായി അതിർത്തി തർക്കവും സമുദ്ര തർക്കവും ചരിത്രപരമായ പകയുമുള്ള ഒരേ ഒരു രാജ്യം ഗ്രീസിന് ഇന്ത്യയെ ആവശ്യമുണ്ട്. ഇന്ത്യക്ക് ഗ്രീസിനെയും. 2026 ഈ പുതിയ കരാർ പ്രകാരം ഇന്ത്യൻ സൈനികർക്ക് ഇനി ഗ്രീസിലെ സൈനിക താവളങ്ങളിൽ പരിശീലനം നടത്താം. ഇതിന്റെ ഗുണം എന്താണെന്ന് അറിയാമോ? ഒന്ന്, മെഡിറ്ററേനിയൻ ആക്സസ്. ഇന്ത്യയുടെ കപ്പലുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും ഇനി യൂറോപ്പിന്റെ വാതിൽപ്പടിയിൽ, അതായത് തുർക്കിയുടെ മൂക്കിന് താഴെ വന്ന് നങ്കൂരമിടാം. തുർക്കി പാകിസ്ഥാൻ നേവിയെ സഹായിക്കുമ്പോൾ ഇന്ത്യൻ നേവി തുർക്കിയുടെ കടലിൽ കറങ്ങി നടക്കും. ക്രീറ്റ് ഐലൻഡ് പോലുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഇന്ത്യൻ സേനയുടെ സാന്നിധ്യം ഉണ്ടാകും. ഇത് തുർക്കിയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. കാരണം അവരുടെ തൊട്ടുപിന്നിൽ ഇന്ത്യയുണ്ടെന്ന ബോധം എർദോഗന്റെ ഉറക്കം കെടുത്തും. ഇനി പറയാൻ പോകുന്നത് അധികം ആരും ചർച്ച ചെയ്യാത്ത, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക രഹസ്യമാണ്. ഇന്ത്യയുടെ അയൽക്കാരായ ചൈനയുടെയും ഇപ്പോൾ പാകിസ്ഥാന്റെ സുഹൃത്തായ തുർക്കിയുടെയും കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം റഷ്യൻ നിർമ്മിത S-400 മിസൈൽ സിസ്റ്റമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണിത്. ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണി ഇത് തന്നെയാണ്. നാളെ ചൈനയോ പാകിസ്ഥാനോ ഈ സിസ്റ്റം ഉപയോഗിച്ചാൽ നമ്മുടെ വിമാനങ്ങൾക്ക് പറക്കാൻ പോലും കഴിയില്ല. ഇവിടെയാണ് ഗ്രീസിന്റെ സഹായം വരുന്നത്. ഗ്രീസിന്റെ കയ്യിലുള്ളത് റഷ്യയുടെ പഴയ S-300 സിസ്റ്റമാണ്. പക്ഷേ S-300ഉം S-400ഉം ഒരേ സാങ്കേതിക വിദ്യയിലാണ് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, നാറ്റോ സഖ്യകക്ഷിയായ ഗ്രീസ് വർഷങ്ങളായി തുർക്കിയുടെ S-400 റഡാറുകളെ കബളിപ്പിക്കാൻ പരിശീലിക്കുന്നവരാണ്. ഇവിടെയാണ് ആ സീക്രട്ട് കോഡ് വരുന്നത്. എന്താണ് ഈ സീക്രട്ട് കോഡ്? ഒരു റഡാറിന് കണ്ണുണ്ട്. ആ കണ്ണിനെ വെട്ടിച്ച് എങ്ങനെ വിമാനം പറത്താമെന്ന വിദ്യ. ഗ്രീക്ക് വ്യോമസേനയ്ക്ക് തുർക്കിയുടെ റഡാർ സിഗ്നലുകളെ കുറിച്ചും S-400ന്റെ ബ്ലൈൻഡ് സ്പോട്ടുകളെ കുറിച്ചും കൃത്യമായ ധാരണയുണ്ട്. അതായത് റഡാറിന് കാണാൻ കഴിയാത്ത കോണുകൾ ഏതൊക്കെയാണ്, എന്ത് ഫ്രീക്വൻസിയിലാണ് ജാമിംഗ് നടത്തേണ്ടത്, S-300 സിസ്റ്റത്തിന്റെ ട്രാക്കിംഗ് മെക്കാനിസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ അറിവുകൾ ഗ്രീസിന്റെ പക്കലുണ്ട്. 2026 ഈ കരാറിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ആ അറിവാണ്. ഗ്രീസിലെ ഇനിയോക്കോസ് പോലുള്ള വ്യോമാഭ്യാസങ്ങളിൽ ഇന്ത്യൻ റഫാൽ വിമാനങ്ങൾ പങ്കെടുക്കുമ്പോൾ അവർ പരിശീലിക്കുന്നത് വെറുതെ ആകാശത്ത് പറക്കാനല്ല,
മറിച്ച് S-300 സിസ്റ്റത്തെയും പരോക്ഷമായ S-400 സിസ്റ്റത്തെയും എങ്ങനെ നേരിടാമെന്നാണ്. ഇന്ത്യൻ പൈലറ്റുമാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇത് തന്നെയായിരിക്കും. തുർക്കിയുടെ S-400നെ മറികടക്കാൻ പഠിച്ചാൽ അത് ചൈനയുടെ S-400നെ നേരിടാനും നമ്മളെ സഹായിക്കും. ഒറ്റവെടിക്ക് രണ്ട് പക്ഷി. ഇതുകൊണ്ട് തീർന്നില്ല, റഫാൽ കണക്ഷൻ കൂടി ഇതിലുണ്ട്. ഇന്ത്യയെ പോലെ തന്നെ ഗ്രീസ് പറത്തുന്നത് ഫ്രഞ്ച് നിർമ്മിത റഫാൽ യുദ്ധവിമാനങ്ങളാണ്. തുർക്കിയുടെ കൈവശമുള്ളത് അമേരിക്കൻ F-16 വിമാനങ്ങളാണ്. പാകിസ്ഥാന്റെ കയ്യിലുള്ളതും F-16 ആണ്. ഗ്രീക്ക് പൈലറ്റുമാർക്ക് F-16 വിമാനങ്ങളെ നേരിട്ട് പരിചയമുണ്ട്. ഡോഗ് ഫൈറ്റുകളിൽ F-16ന്റെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് മനഃപ്പാടമാണ്. ഈ അറിവ് ഇനി ഇന്ത്യൻ പൈലറ്റുമാർക്കും സ്വന്തമാകും. പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ നാളെ അതിർത്തിയിൽ വന്നാൽ അവയെ എങ്ങനെ ലോക്ക് ചെയ്യാമെന്ന്, എങ്ങനെ വീഴ്ത്താമെന്നുള്ള തന്ത്രം ഗ്രീസിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കും. ഗ്രീക്ക് പൈലറ്റുമാരുടെ അനുഭവ സമ്പത്ത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. ഇത് വെറും ഒരു പട്ടാളക്കളി മാത്രമല്ല, ഇതിന് പിന്നിൽ വലിയൊരു ബിസിനസ് കൂടിയുണ്ട്. G20-ൽ ഇന്ത്യ പ്രഖ്യാപിച്ച IMEC ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇന്ത്യയിൽ നിന്ന് ഗൾഫ് വഴി യൂറോപ്പിലേക്ക് ചരക്ക് എത്തിക്കുന്ന പാത. ഈ പാതയിൽ നിന്ന് ഇന്ത്യ ബോധപൂർവം തുർക്കിയെ ഒഴിവാക്കിയിരിക്കുന്നു. പകരം യൂറോപ്പിലേക്കുള്ള കവാടമായി ഇന്ത്യ തിരഞ്ഞെടുത്തത് ഗ്രീസിലെ പൈറസ് തുറമുഖമാണ്. പൈറസ് തുറമുഖം ഇന്ന് മെഡിറ്ററേനിയനിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖങ്ങളിൽ ഒന്നാണ്. ഇന്ത്യൻ ചരക്കുകൾ മുംബൈയിൽ നിന്ന് കപ്പലിൽ UAE-യിൽ എത്തും. അവിടെ നിന്ന് റെയിൽ മാർഗം സൗദി അറേബ്യയും ജോർദാനും ഇസ്രായേലും കടന്ന് ഫെഫ തുറമുഖത്ത് എത്തും. അവിടെ നിന്ന് വീണ്ടും കപ്പലിൽ നേരെ ഗ്രീസിലെ പൈറസിലേക്ക് എത്തും. അവിടെ എത്തിയാൽ പിന്നെ യൂറോപ്പ് മുഴുവൻ ഇന്ത്യയുടെ കൈകളിലാണ് എന്ന് പറയേണ്ടി വരും. തുർക്കിക്ക് ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. എന്നെ ഒഴിവാക്കി നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് പോകാൻ പറ്റില്ല എന്ന് എർദോഗൻ വെല്ലുവിളിച്ചിരുന്നു. കാരണം ചരിത്രപരമായി യൂറോപ്പിലേക്കുള്ള വഴി തുർക്കിയിലൂടെയാണ്. സിൽക്ക് റൂട്ട് കടന്നുപോയിരുന്നത് അവിടെയാണ്. പക്ഷേ ഇന്ത്യ പറഞ്ഞു, ഗ്രീസ് വഴി ഞങ്ങൾ പോയിക്കോളാം. ഇതിലൂടെ ഇന്ത്യ എർദോഗന്റെ സാമ്പത്തിക മോഹങ്ങൾക്ക് മേൽ വലിയൊരു പ്രഹരമാണ് ഏൽപ്പിച്ചത്. തുർക്കിയുടെ ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യം കുറയുന്നു, ഗ്രീസ് വളരുന്നു. ഗ്രീസിലെ തുറമുഖങ്ങളിൽ ഇന്ത്യൻ കമ്പനികൾ, പ്രത്യേകിച്ച് അദാനി ഗ്രൂപ്പ്, നിക്ഷേപം നടത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഗ്രീസിന്റെ സമ്പദ് വ്യവസ്ഥയെയും സഹായിക്കും. ഈ കരാറിന്റെ മറ്റൊരു പ്രധാന വശം സ്പെഷ്യൽ ഫോഴ്സ് പരിശീലനമാണ്. ഇന്ത്യയുടെ പാരാ സ്പെഷ്യൽ ഫോഴ്സും അതുപോലെ ഗ്രീസിന്റെ സ്പെഷ്യൽ ഫോഴ്സും തമ്മിൽ സംയുക്ത പരിശീലനം നടത്തും. മൗണ്ടൈൻ വാർഫെയറിലും അതുപോലെ തന്നെ ഐലൻഡ് ക്യാപ്ചർ ഓപ്പറേഷനുകളിലും ഗ്രീക്ക് സൈന്യത്തിന് നല്ല കഴിവുണ്ട്. ലഡാക്കിലെയും അരുണാചലിലെയും പർവ്വതങ്ങളിൽ ചൈനയെ നേരിടാൻ ഈ അറിവ് നമുക്ക് ഗുണം ചെയ്യും. അതുപോലെ ഗ്രീസിന് ഇന്ത്യയിൽ നിന്ന് പഠിക്കാനുള്ളത് ഡ്രോൺ സാങ്കേതികവിദ്യയും സൈബർ സുരക്ഷയുമാണ്. രണ്ട് രാജ്യങ്ങളും പരസ്പരം അറിവുകൾ കൈമാറുമ്പോൾ അത് രണ്ട് സൈന്യങ്ങളെയും കൂടുതൽ ശക്തരാക്കുന്നു. നമ്മൾ കാണുന്ന ഈ മാറ്റം വെറും ഒരു യാദൃശ്ചികതയല്ല, ഇത് നരേന്ദ്രമോദി സർക്കാരിന്റെ വിദേശ നയത്തിന്റെ വിജയം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. 2023 പ്രധാനമന്ത്രി മോദി ഗ്രീസ് സന്ദർശിച്ചിരുന്നു. 40 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്രീസിൽ പോകുന്നത്. അന്ന് അദ്ദേഹം ഗ്രീക്ക് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിത്സോതാക്കിസുമായി സംസാരിച്ചപ്പോൾ തന്നെ ഈ ബന്ധത്തിന് അടിത്തറയിട്ടിരുന്നു എന്ന് പറയേണ്ടി വരും. സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന തലത്തിലേക്ക് ബന്ധം ഉയർത്താൻ അന്ന് തീരുമാനിച്ചു. ഇതിന്റെ ഫലമാണ് 2026 ഈ സൈനിക കരാർ. ഇന്ത്യ ഇപ്പോൾ കളിക്കുന്നത് ലോക്കൽ ലീഗിലല്ല, ഗ്ലോബൽ ലീഗിലാണ്. യൂറോപ്പിന്റെ സുരക്ഷയിൽ പോലും ഇന്ത്യക്ക് വലിയ റോൾ ഉണ്ടെന്ന് ഇത് തെളിയിക്കുന്നു. പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് നടത്തുന്ന നീക്കങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന മറുപടി വളരെ വ്യക്തമാണ്. നിങ്ങൾ ഞങ്ങളെ വളയാൻ നോക്കിയാൽ ഞങ്ങൾ നിങ്ങളെയും വളയും. ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ നീക്കം കണ്ട് പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുക തന്നെയാണ്. കാരണം തുർക്കി അവരുടെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു. സാമ്പത്തികമായി തകർന്ന പാകിസ്ഥാന് ആയുധം നൽകാനും വായ്പ നൽകാനും തുർക്കി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തുർക്കിയുടെ സ്വന്തം അതിർത്തിയിൽ ഇന്ത്യ എത്തിയിരിക്കുന്നു. ഇത് തുർക്കിയെയും പാകിസ്ഥാനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കും. തുർക്കിക്ക് ഇനി ഇന്ത്യക്കെതിരെ സംസാരിക്കും രണ്ട് വട്ടം ആലോചിക്കേണ്ടി വരും. കാരണം ഇന്ത്യ വിചാരിച്ചാൽ ഗ്രീസിനെ ഉപയോഗിച്ച് തുർക്കിക്ക് വലിയൊരു തലവേദന ഉണ്ടാക്കാൻ കഴിയും. ഈ കരാർ മറ്റൊരു സന്ദേശം കൂടി നൽകുന്നുണ്ട്. അത് ചൈനയ്ക്കുള്ളതാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമാണ് തുർക്കി. ഇന്ത്യയുടെ IMECയും ഗ്രീസുമായുള്ള ബന്ധം ചൈനയുടെ പദ്ധതിക്ക് ബദലായി മാറുകയാണ്. മെഡിറ്ററേനിയൻ കടലിൽ ചൈനീസ് കപ്പലുകൾക്കെതിരെ ഇന്ത്യൻ നേവിയുടെ സാന്നിധ്യം ഉണ്ടാക്കും. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ബാധിച്ചേക്കാം. ചുരുക്കത്തിൽ ഒറ്റവെടിക്ക് പാകിസ്ഥാൻ, തുർക്കി, ചൈന ഈ 3 പേരെയും ഇന്ത്യ ഉന്നം വയ്ക്കുന്നുണ്ട്. ഇതൊരു പുതിയ ഇന്ത്യയാണ്. പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ വെടിനിർത്തൽ ലംഘനം ഉണ്ടായാൽ ഐക്യരാഷ്ട്രസഭയിൽ പോയി പരാതി പറയുമായിരുന്നു. അവർ ഞങ്ങളെ ഉപദ്രവിക്കുന്നുവെന്ന് പറഞ്ഞ് കരയുമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ശത്രുക്കൾ എവിടെയാണോ ഒളിച്ചിരിക്കുന്നത് അവരുടെ താവളത്തിൽ പോയി അവരുടെ ശത്രുക്കളെ മിത്രമാക്കി ഒരു വ്യൂഹം രചിക്കുന്ന പുതിയ ഇന്ത്യയാണ് നമ്മൾ കാണുന്നത്. 2026 ഇന്ത്യ ഗ്രീസ് കരാർ പാകിസ്ഥാനും തുർക്കിക്കും നൽകുന്ന സന്ദേശം വ്യക്തമാണ്. കാശ്മീരിൽ കൈവച്ചാൽ മറുപടി ലഭിക്കുന്നത് കാശ്മീരിൽ വെച്ചായിരിക്കില്ല, അത് മെഡിറ്ററേനിയൻ കടലിൽ വെച്ചായിരിക്കും. ലോകം മാറുകയാണ്. ആ മാറ്റത്തിന്റെ കടിഞ്ഞാൺ ഇന്ത്യയുടെ കൈകളിലാണ്. ഈ ജിയോ പൊളിറ്റിക്കൽ നീക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് ഇന്ത്യയുടെ വിജയമാണോ? ശത്രുവിന്റെ ശത്രു മിത്രം എന്ന തന്ത്രം ഇവിടെ വിജയിക്കുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.